ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്ലേയും പിന്നെ ഈ പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള ഈ പാത്രം വെച്ചിട്ടുള്ള പണിയാണ് കേട്ടോ നമുക്ക് ചെയ്യാനുള്ളത്. എന്താണെന്ന് വഴിയേ നോക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ക്ലേ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്തോ കേക്ക് എന്തോ മേടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ അത് കളയാതെ എടുത്ത് വെച്ചാൽ അധികം കട്ടിയൊന്നും ഇല്ലാത്ത ഒരു പാത്രമാണ്. അപ്പോൾ അതിനകത്ത് നിറച്ചും ആ ചതുരത്തിലുള്ള ഷേപ്പ് അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് നിറച്ചും ഇതുപോലെ മണ്ണ് നന്നായിട്ട് തിക്കി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് നിറച്ച് കൊടുക്കാം. ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നിറച്ച് കൊടുക്കാം. അപ്പം ഇത് വെച്ചിട്ട് എന്തായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഒരു ക്യാൻഡിൽ ഹോൾഡറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സക്സസ് ആകും എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ക്ലേ ആണെങ്കിലും അത്ര നന്നായിട്ട് എനിക്ക് ക്ലേ കിട്ടിയിട്ടില്ല കേട്ടോ. കുറച്ച് തരിയൊക്കെ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ക്ലേ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടാക്കണം. എന്നാലേ കുറച്ചും കൂടി കൂടുതൽ നല്ല ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ പാത്രം നിറച്ചും ഞാനിതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുൾ നമുക്ക് ആക്കിയിട്ടുണ്ട്. ഏകദേശം നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലത്തെ ഒരു ചെറിയ ബൾബ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ബൾബ് ഇതുപോലെ അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ബൾബ് അല്ലെങ്കിൽ ഇതേ ഷേപ്പിലുള്ള റൗണ്ട് ഷേപ്പിലോ ചതുരം ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണോ ആ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു വസ്തു ഇതുപോലെ നമുക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് റൗണ്ട് ഷേപ്പ് ആയാലും മതി എന്നുള്ളത് കൊണ്ടും കയ്യിൽ ഈ ബൾബ് ഉള്ളത് കൊണ്ടും ഞാനത് എടുത്തു. അപ്പോൾ അതിങ്ങനെ നടുവിലേക്ക് ശരിക്കും ഇറക്കി കുഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുങ്ങനെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണങ്ങി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. ഒത്തിരി സമയം വെക്കേണ്ട, കാരണം എനിക്ക് ആ വരവരെയുള്ള ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതെന്തായാലും എനിക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പം ഒത്തിരി നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ടും പിന്നെ ഉണങ്ങുന്നത് വരെ ക്ഷമയില്ലാത്തത് കൊണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്ലാസ്റ്റിക് കവർ അങ്ങ് പൊളിച്ച് മാറ്റിയിട്ടോ. കുറച്ചും കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ എന്ന് പിന്നീടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട്. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഉള്ളിൽ ആ കുഴിവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പിടിച്ചപ്പോഴത്തേക്കും തന്നെ രണ്ട് സൈഡും ചെറുതായിട്ട് വിണ്ട് കീറിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഫുള്ള് ആ പാത്രത്തിൻ്റെ ആ ഷേപ്പ് പോലെ തന്നെ വര പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് കറക്റ്റായിട്ട് മുറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതുപോലെ എടുത്തു. ക്യാമറ ഉള്ളപ്പം ചെയ്യാൻ ഇച്ചിരി പാടുള്ള പോലെ തോന്നി. ക്യാമറ ഇല്ലെങ്കിൽ നമുക്ക് കൂളായിട്ട് ചെയ്യാം കേട്ടോ. ക്യാമറേൻ്റെ മുമ്പിൽ ചെയ്യുമ്പം എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പം അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കൈ അവിടെ ഇവിടെയും ബലം പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ നടുഭാഗത്ത് കാണാൻ നിങ്ങൾക്ക് ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു ലേശം കൂടി ഉണങ്ങിയിട്ടായിരുന്നു എടുക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതങ്ങനെ വിണ്ട് വന്നിട്ടുള്ളത്. എന്നാലും സാരമില്ല, നമുക്കിതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്യാം. പിന്നെ ഒത്തിരി ബലം പിടിക്കാൻ പറ്റത്തില്ല. എത്ര ബലം പിടിക്കുന്നോ അത്രത്തോളം പിന്നെയും വിണ്ട് പോകുകയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ മുറിക്കാനും ഷേപ്പ് ചെയ്യാനും പോയില്ല കേട്ടോ. മുകൾ ഭാഗം കൂടി കുറച്ചൊന്ന് കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നീടാവാമെന്ന് വിചാരിച്ച് പിന്നെ വീണ്ടും ആ ബൾബ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് വീണ്ടും ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി സെറ്റാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഷേപ്പ് ഒന്നും കൂടി മാറിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ആദ്യം ഉണങ്ങാൻ വെച്ചത് ഞാൻ ചാടിക്കയറി പെയിൻ്റ് അടിച്ചു. അത് പെയിൻ്റ് അടിച്ച വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തത്. രണ്ടാമത് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ആദ്യം ചെയ്തത് ഓൾറെഡി ഞാൻ വൈറ്റ് കോട്ട് അടിച്ചു. അപ്പോൾ രണ്ടാമത് ചെയ്തതിൽ വൈറ്റ് കോട്ട് അടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമത്തത് ഉണങ്ങിയ ശേഷം ഇതുപോലെ ആദ്യം ഒന്ന് വൈറ്റ് കോട്ട് അടിച്ചു കേട്ടോ. വൈറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ മറ്റേതെങ്കിലും കളർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്രൈറ്റായിട്ട് കിട്ടും, നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് അടിച്ചു, പക്ഷെ മണ്ണ് അധികം നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആ വൈറ്റ് അടിക്കുന്ന സമയത്തും ആ മണ്ണും കൂടി ചെറുതായിട്ട് കലങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കലങ്ങിയതുപോലെ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, ക്ഷമയാണ് ഇതിൽ പ്രധാനം. നമുക്ക് ഉണങ്ങാനുള്ളൊരു സമയമൊക്കെ കൊടുക്കണം. അതിനൊന്നും ക്ഷമയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എന്നാലും വൈറ്റ് കോട്ടൊക്കെ അടിച്ച് ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കോട്ട് കൊടുക്കാം. പക്ഷെ അപ്പോഴും എനിക്കൊരു അബദ്ധം പറ്റി. അടുത്ത കോട്ടും ക്യാമറേൻ്റെ മുമ്പിൽ ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അതുകൊണ്ട് എന്ത് ചെയ്തു, ക്യാമറ ഇല്ലാണ്ട്
നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് ക്യാമറ ഓഫാക്കി വെച്ച് പിന്നീട് എപ്പോഴോ ഞാൻ കളർ കൊടുത്തു കേട്ടോ. ആദ്യം വേറെ കളറായിരുന്നു കൊടുത്തത്, അതിലൊരു സംതൃപ്തി, ഗ്രീനും വയലറ്റും ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. സംതൃപ്തി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഗോൾഡൻ കളർ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഒരുപാട് കളറ് വീണ്ടും വീണ്ടും കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറേ പരിക്കൻ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്.